പിന്നെ പാട്ട്, പൂജ, ഇതൊക്കെ മറ്റു കാര്യങ്ങൾ. നോക്കൂ, ആ സാഹചര്യത്തിൽ നേരത്തെ ഇവിടെ ശ്രീ തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിച്ചതും സാഹിത്യ നിരൂപകരും സാഹിത്യകാരന്മാരും ഒക്കെ തന്നെയും വിലയിരുത്തിയതും പോലെ ഇത് ഇടതുപക്ഷം ഒരു അവസരമായി ഉപയോഗിക്കേണ്ടതുണ്ടോ? അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന വേദിയിൽ MT വാസുദേവൻ നായർ ഈ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം കൂടി കേൾക്കാൻ വേണ്ടി തന്നെയാണ്. അദ്ദേഹം മാത്രമല്ല, സമസ്ത കേരളവും മലയാളം അറിയാവുന്ന എല്ലാവരും കേൾക്കുന്നതിന് വേണ്ടിയാണ്. അതൊരു പുതിയ ആശയം അല്ല MT അവതരിപ്പിച്ചത്. നികേഷ് പറഞ്ഞതുപോലെ MT തന്നെ 2003 എഴുതിയിട്ടുള്ളതും പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു ലേഖനത്തിന്റെ ഒരു ആവർത്തനം മാത്രമാണ് ഇന്നലെ സാഹിത്യോത്സവത്തിൽ നടന്നത്. അവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊരു ഒരു സൈദ്ധാന്തികമായ സ്വഭാവമുണ്ട്. അധികാരത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അധികാരത്തെക്കുറിച്ച് സംസാരിച്ചു, അതിന്റെ ആധിപത്യത്തെക്കുറിച്ച് സംസാരിച്ചു, വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു, ആ സ്വാതന്ത്ര്യത്തിനുള്ള പരിമിതിയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും പറയുകയുണ്ടായി ആ ഹ്രസ്വമായ ലഘുവായ പ്രസംഗത്തിൽ. അത് പിണറായി വിജയനെതിരെയുള്ള ആക്രമണമായി കാണേണ്ടതില്ല എന്ന് MT തന്നെ ഈ വ്യാഖ്യാനമൊക്കെ ഉണ്ടായതിനു ശേഷം ഒരു പത്രത്തോട് പറഞ്ഞതും ഞാൻ രാവിലെ വായിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ MTയുടെ ഒരു കഥ വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃതി വായിക്കുന്നത് പോലെയോ ഉള്ള ദുർഗ്രഹത വ്യാഖ്യാനിക്കേണ്ടതായ ഒന്നും ഇതിലില്ല. വളരെ ലളിതമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ച വേദി അത് സാഹിത്യോത്സവമാണ്. സാഹിത്യോത്സവത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു വിഷയം എടുക്കാമായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യമാണല്ലോ സാഹിത്യകാരന്മാരുടെ പ്രാണവായു എന്ന് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമുക്ക് ആഗോള സൂചികയിലൊക്കെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ 180 രാജ്യങ്ങളിൽ നമുക്ക് ഇന്ത്യ നിൽക്കുന്നത് 161 ആണ്. ഞാൻ അതിന്റെ മറ്റുദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഒരു വിമർശനം കൊണ്ടുവരേണ്ടതില്ലേ? ഒരു സാഹിത്യോത്സവത്തിൽ അങ്ങനെയുള്ള ഒരു നിലപാട് MTയെ പോലെ ഒരു ഉന്നതസ്ഥാനീയനായ സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു സ്വീകരിച്ചിരുന്നെങ്കിൽ അത് എത്രമാത്രം വാർത്താ മൂല്യം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനൊന്നും മുതിർന്നിട്ടില്ല. അദ്ദേഹം യാതൊരു അപകടവും വരാത്ത രീതിയിൽ നിർദോഷമായി അധികാരത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു. അധികാരത്തെക്കുറിച്ചുള്ള സംസാരം എന്നത് അത് പല രൂപത്തിൽ പലരും നടത്താറുണ്ട്. ഇപ്പോൾ അധികാരം ദുഷിപ്പിക്കും, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കും എന്നൊക്കെ ആക്ടൻ പ്രഭു പറഞ്ഞത് മുതൽ ഇങ്ങോട്ട് അധികാരത്തെക്കുറിച്ച്, ഏകാധിപത്യത്തെക്കുറിച്ച് പല പഠനങ്ങളും നിരീക്ഷണങ്ങളും നിരന്തരം നടക്കുന്നുണ്ട്. MTയും അക്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ നിരീക്ഷിച്ചു എന്നതിനപ്പുറം അദ്ദേഹം പിണറായി വിജയനെ നേരിട്ട് ഉന്നം വെച്ചുകൊണ്ട് ഒരു വിമർശനം ഈ പ്രസംഗത്തിലൂടെ നടത്തി എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതേണ്ടതില്ല എന്ന് പ്രസംഗം നടത്തിയ MT വാസുദേവൻ നായർ തന്നെ വ്യക്തമാക്കിയതിന് ശേഷവും നമ്മൾ ആ ദുർവ്യാഖ്യാനത്തിൽ തന്നെ തുടർന്നും വ്യാപരിക്കുന്നത് ശരിയുമല്ല.